ഹലോ ഹായ് വെൽക്കം ടു മൈ ചാനൽ റിയാസ് ആർട്ട് മ്യൂസിയം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെറിയ പ്ലക്കാർഡെന്നോ അല്ലെങ്കിൽ ജേർണലിംഗ് കാർഡെന്നോ അല്ലാന്നുണ്ടെങ്കിൽ ടു ഡു ലിസ്റ്റെന്നോ എന്ത് വേണമെങ്കിലും പേരിട്ട് നിങ്ങൾ വിളിച്ചോ, ഇഷ്ടമുള്ളത് വിളിച്ചോ. അപ്പോൾ ഞാനിവിടെ ജേർണലിംഗ് കാർഡ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ടു ഡു ലിസ്റ്റ് എന്തെങ്കിലും നമുക്ക് സ്പെഷ്യലായിട്ടുള്ള മെമ്മറീസ് നമുക്കത് ഓർത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാർഡ് പോലെ ആകുമ്പോൾ അതൊരു രസമല്ലേ എടുത്ത് വെക്കാനൊക്കെ. അപ്പോൾ അതേപോലെ കാർഡ് എടുക്കുക. അപ്പോൾ ഇനി എന്തെടുക്കണം, ഒരു A4 ഷീറ്റ് എടുക്കുക. A4 ഷീറ്റ് ആറാക്കി മടക്കി ഇങ്ങേറ്റ് മുറിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ ചെറിയ പേജ് പ്ലെയിൻ പേപ്പർ എടുത്ത് ഇങ്ങേറ്റ് എൻ്റെ ഡയറിയുടെ പേജ് തന്നെ ഞാൻ എടുത്ത് ഇങ്ങേറ്റ് നാലാക്കി മടക്കി മുറിച്ച് എന്നിട്ട് പിന്നെ അതിൻ്റെ എഴുതുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണത്തിൽ നമുക്ക് മെമ്മറീസ് എന്ന് പറഞ്ഞിട്ട് എഴുതാം, ഒരെണ്ണത്തിൽ നമുക്ക് സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞിട്ട് എഴുതാം. അത് എഴുതുമ്പോൾ അതിന് എഴുതാനുള്ള പോയിൻ്റ്, അതായത് ഒരു ചെറിയ ബോക്സ് വരക്കുക, 2 ലൈൻ വരക്കുക, ചെറിയ ബോക്സ് വരക്കുക, 2 ലൈൻ വരക്കുക, അങ്ങനെ സ്പേസ് വിട്ടിങ്ങിയിട്ട് വരക്കണം കേട്ടോ. അതെങ്ങനെ വൃത്തിക്ക് മെനക്ക് എഴുതണം എന്നാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞു തന്നത് കേട്ടോ. എന്നാലൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ലൈറ്റായിട്ട് പെൻസിലുകൊണ്ട് അത് വരക്കുക. ഞാൻ ലൈറ്റായിട്ട് വരക്കുന്ന കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് അധികം വ്യക്തമായിട്ട് കാണാത്തത് വീഡിയോയിൽ. അപ്പോൾ എന്നിട്ട് ഹാവ് എ നൈസ് ഡേ എന്നും പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ ഒരു കാണാനൊരു ഭംഗിയല്ലേ. എന്നിട്ട് പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേസ്റ്റൽ ഷെയ്ഡ്സ് നമുക്ക് കളർ ചെയ്യാനെടുക്കാം. പേസ്റ്റൽ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ ബ്രഷ് പെന്നാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ലൈറ്റ് കളേഴ്സിന് പേസ്റ്റൽ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ലൈറ്റ് കളേഴ്സ് എന്ന് പറയുമ്പോൾ ക്രയോൺസ് എടുക്കുക. ക്രയോൺസ് എടുത്തിട്ട് അത് ലൈറ്റായിട്ട് അടിക്കാം. ഞാനെടുത്തിരിക്കുന്നത് പർപ്പിളും ഒരു ലൈറ്റ് സ്കൈ ബ്ലൂ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു വേറൊരു സൈസ് പ്രത്യേക കളറ്. അങ്ങനെ ബ്ലൂ എടുക്കുക, യെല്ലോ എടുക്കുക, ലൈറ്റ് യെല്ലോ, പിന്നെ ഗ്രീനും എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കളർ അടിച്ച് കഴിഞ്ഞിട്ട് നല്ല ഭംഗിക്ക് ബോക്സൊക്കെ വരച്ച്, അതായത് ബോക്സ് വരക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പോയിൻ്റ് 1 2 3 എന്നും പറഞ്ഞിട്ട് ഓരോ പോയിൻ്റ് വൈസായിട്ട് എഴുതുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം. അങ്ങനെ 4 കളേഴ്സും നമ്മൾ സെറ്റാക്കി എടുത്തത്, ബ്ലൂ, പർപ്പിൾ, യെല്ലോ. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണ് നിങ്ങൾ ചെയ്തതിന് ഇഷ്ടപ്പെട്ടതെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ ഇനി ഇതുപോലത്തെ വേറെ എന്തെങ്കിലും കാർഡ് വേണമെന്നുണ്ടെങ്കിൽ, അയ്യോ ഇനി അധികം പറഞ്ഞു തന്നെ ശരിയാവില്ല. അപ്പോൾ ശരിയാ, ടാറ്റാ ബൈ ബൈ, സീ യു.